ഡൊണാൾഡ് ട്രംപുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഫോണിൽ സംസാരിച്ചു എന്നതാണ്. ഇന്ത്യ-US പങ്കാളിത്തത്തിലെ പുരോഗതി ഇരു നേതാക്കളും ചർച്ച ചെയ്തു. അന്തർദേശീയ വിഷയങ്ങളും ചർച്ചയായി എന്നറിയുന്നു. ആഗോള സമാധാനത്തിനും സമൃദ്ധിക്കും വേണ്ടി ഇരു രാജ്യങ്ങൾ ഒരുമിച്ച് പ്രവർത്തിക്കുന്നത് തുടരുമെന്ന് നരേന്ദ്രമോദി വ്യക്തമാക്കി. റഷ്യൻ പ്രസിഡന്റിന്റെ ഇന്ത്യൻ സന്ദർശനത്തിന് പിന്നാലെയാണ് മോദി ട്രംപ് സംഭാഷണം. അജയ്, അതുതന്നെയാണ് ഏറ്റവും വലിയ കാര്യവും. റഷ്യൻ പ്രസിഡന്റിന്റെ ഈ സന്ദർശനത്തിന് പിന്നാലെ എന്തൊക്കെ കാര്യങ്ങളാണ് ചർച്ച നടത്തിയത്? ആക്ച്വലി ഈ ഇന്ത്യ ഇപ്പോൾ US-ഉമായിട്ടുള്ള നിരവധി അഭിപ്രായ ഭിന്നതകളെ തുടർന്ന് റഷ്യയുമായി അടുക്കുന്നു എന്നുള്ള തരത്തിലെ ആക്ഷേപം അത് മറ്റ് ലോകരാജ്യങ്ങൾ മാത്രമല്ല അമേരിക്കയിൽ നിന്ന് തന്നെ ഇത്തരത്തിൽ ഒരു അഭിപ്രായം അത് ഉയർന്നു കേട്ടിരുന്നു. അപ്പോൾ ഇതിനെ തുടർന്നാകണം ഇപ്പോൾ നിലവിൽ ഇന്ത്യയോടുള്ള ഒരു സമീപനത്തിൽ ട്രംപ് ചെറിയൊരു മയം കൊണ്ടുവന്നിരിക്കുന്നത്. ഇതിൻ്റെ ഭാഗമായിട്ട് നിലവിൽ ഡൽഹിയിൽ പുതിയ ഘട്ട വ്യാപാര കരാർ ചർച്ചകൾ ഉൾപ്പെടെ നടക്കുന്നുണ്ട്. കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയലിന്റെ നേതൃത്വത്തിലാണ് ഈ ചർച്ചകൾ പുരോഗമിക്കുന്നത്. ഈ ചർച്ചകൾ നടക്കുന്ന ഘട്ടത്തിലാണ് നിലവിൽ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും അതുപോലെ തന്നെ നരേന്ദ്രമോദിയും തമ്മിൽ ടെലിഫോൺ വഴി സംസാരിച്ചത്. വ്യാപാര കരാർ ഉൾപ്പെടെ നിരവധി കാര്യങ്ങൾ ഇരുവരും സംസാരിച്ചിട്ടുണ്ട് എന്നാണ് വിവരം ലഭിക്കുന്നത്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര ബന്ധം അത് കൂടുതൽ ദൃഢമാക്കുമെന്നും ഉഭയകക്ഷി ബന്ധം അത് കൂടുതൽ സുഗമമായി മുന്നോട്ട് കൊണ്ടുപോകുമെന്നും ഈ സംഭാഷണത്തിൽ ഉറപ്പ് നൽകിയിട്ടുണ്ടെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇത് കഴിഞ്ഞതിന് ശേഷം എക്സിൽ കുറിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നിരവധി അന്താരാഷ്ട്ര വിഷയങ്ങൾ ആഭ്യന്തര വിഷയങ്ങൾ ആഗോള സുരക്ഷയ്ക്കും സമാധാനത്തിനുമുള്ള കാര്യങ്ങൾ ഇവയെല്ലാം ചർച്ചാ വിഷയമായതായിട്ടാണ് പ്രധാനമന്ത്രി സൂചിപ്പിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ വ്യാപാര കരാറും മുഖ്യ ചർച്ചാ വിഷയം ആയതായിട്ടാണ് സൂചന. നമുക്ക് നേരത്തെ നടന്ന സംഭവവികാസങ്ങൾ അറിയാം. ഇന്ത്യക്ക് നിലവിൽ 50% പിഴത്തീരുവയാണ് അമേരിക്ക ഇന്ത്യൻ സാധനങ്ങൾക്ക് മേൽ ചുമത്തിയിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം ട്രംപ് തൻ്റെ നിലപാട് കുറച്ചുകൂടി കടുപ്പിച്ച് ഇന്ത്യ വിതരണം ചെയ്യുന്ന അരിക്ക് മേലും ഇത്തരത്തിലൊരു തീരുവ വേണം, അരിയെ മാത്രം ഈ ഭക്ഷണ സാധനമായിട്ടുള്ള അരിയെ മാത്രം ഇതിൽ നിന്നും മാറ്റി നിർത്തേണ്ട കാര്യമില്ല എന്ന് ഉൾപ്പെടെ പറഞ്ഞുകൊണ്ട് തൻ്റെ നിലപാട് കൂടുതൽ കടുപ്പിച്ചുകൊണ്ട് ട്രംപ് രംഗത്ത് വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പിന്നീട് അതിനുശേഷമാണ് ഈ റഷ്യൻ പ്രസിഡന്റിൻ്റെ സന്ദർശനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടന്ന്